ഹലോ. ഇന്നേ ഞാൻ ഗാലറി തപ്പിയപ്പോൾ പ്രത്യേകിച്ച് ഇന്നൊരു വീഡിയോ ഒന്നും ഇടാനായിട്ടൊരു വീഡിയോയും കാണുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗാലറി തപ്പിയ സമയത്ത് കുറച്ച് പഴയ ഫോട്ടോസ് കിട്ടിയേ. കുറച്ച് മുന്നേ ഞങ്ങൾ മീൻ പിടിക്കാൻ പോയ കുറച്ച് ഫോട്ടോസ് കിട്ടി. ഈ മീൻ പിടുത്തം ഞങ്ങളൊരു സ്ഥിരം പരിപാടിയാണ്. ഇവിടെ അച്ഛനും മോനും മീൻ പിടിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കൂടെ ഞാനും പോകും. എല്ലാവരും എന്നോട് ചോദിക്കും, ഈ എന്തിനീ കൂടെ പോകുന്നത്? അച്ഛനും മോനും ഒക്കെ അവരെ പ്രാന്താണെങ്കിലൊക്കെ നീ എന്തിനീ കൂടെ പോകുന്നത് എന്നോട് എപ്പോഴും ചോദിക്കും. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് മീൻ പിടിക്കാൻ പോകാൻ. കാരണം ഈ മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ പാടത്തോ കുളത്തിലോ ഒക്കെ അല്ലേ സാധാരണ മീൻ പിടിക്കാൻ കോറിയിൽ. അപ്പോൾ അവിടെയൊക്കെ നല്ല കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരിക്കും. പിന്നെ ഒന്നാമത് ആളുള്ള സ്ഥലത്ത് നമ്മൾ മീൻ പിടിക്കാൻ പോകില്ലല്ലോ, ആളിടയിൽ ചൂണ്ടിടാൻ പോകില്ലല്ലോ. അപ്പോൾ എന്താ വേറെ ആളൊന്നും ഇല്ലാത്ത നല്ല ഹിഡൻ പ്ലേസസിലാണ് പൊതുവേ ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഹിഡൻ പ്ലേസിലാണ് ഞങ്ങൾ സാധാരണ മീൻ പിടിക്കാൻ പോവുക. അപ്പോൾ അവിടെ കാണാനും അവിടെ കുറച്ച് നേരം ഇങ്ങനെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമല്ലേ. അതുകൊണ്ട് ഞാനും സാധാരണ കൂടെ പോട്ടെ. ഞങ്ങൾ അധികം പോവുക ലീവുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഭക്ഷണമൊക്കെ ആയിട്ടാണ് പോവുക. ചോറും കറിയൊക്കെ നേരത്തെ ആക്കിയിട്ട് അതൊക്കെ പാത്രത്തിലാക്കിയിട്ടാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക. എന്നിട്ട് അവിടെ ഇരുന്ന് മീൻ പിടിക്കും, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. പിന്നെ നല്ല ക്ലിയർ വെള്ളമൊക്കെ ആണെങ്കിൽ, നല്ല തെളിഞ്ഞ വെള്ളമൊക്കെ ആണെങ്കിൽ മക്കൾ അവിടെ നിന്ന് കുളിക്കും. അതൊക്കെ ഒരു രസം. അങ്ങനെ ഓരോ ആഴ്ചയും ഓരോരോ സ്ഥലത്തേക്കാണ് പോകുക. ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അങ്ങനെ മലപ്പുറത്തൊരു കോറിയിൽ, മലപ്പുറം ഭാഗത്ത് കുറേ കോറികളുണ്ട്, വേങ്ങര ഭാഗത്ത്. അപ്പോൾ ഒരു കോറിയിൽ പോയിട്ടുള്ള ഫോട്ടോസ് ആട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയത്. ഞാൻ കുറേ ഇങ്ങനെ ഗാലറി തപ്പിയപ്പോൾ കിട്ടിയതാണ്, വീഡിയോസൊന്നുമില്ല. ആ ഒരു ഫോട്ടോസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് നിങ്ങൾ കേട്ടില്ലേ, മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടി, അതിൻ്റെ അടുത്ത് ചെരുപ്പടിമല എന്നൊക്കെ പറഞ്ഞ സ്ഥലം. അപ്പോൾ ആ ചെരുപ്പടിമലയ്ക്ക് അടുത്തുള്ള ഒരു കോറിയാണ് ഇത്. നല്ല ഈ ഫോട്ടോയിൽ എങ്ങനെയുണ്ടോ അതിനേക്കാൾ 100 ഇരട്ടി ബ്യൂട്ടിഫുള്ളാണ് അവിടെ ചെല്ലുമ്പോൾ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്, കാണാനും അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ ഇവർ മീൻ പിടിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയുക. ഇത്രയും നല്ല സ്ഥലത്ത് അവിടെ പോയി ഇരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ നല്ല രസമല്ലേ. പിന്നെ അവിടെയൊക്കെ ആളുകൾ കുറവാണ്, പൊതുവെ കുറച്ച് വീടുകളേ ഉള്ളൂ. ഇനി അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് ചെല്ലുന്നതുകൊണ്ട് തന്നെ ആരും ഞങ്ങളോടൊന്നും പറയാറൊന്നുമില്ല. ചിലപ്പോൾ ചെക്കന്മാർ ഒറ്റയ്ക്കൊക്കെ പോയി മീൻ പിടിക്കുമ്പോൾ അവർ ചീത്ത പറയുമെന്ന് അറിയില്ല. ഞങ്ങളോട് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ പിലോപ്പി മീനാണ് കിട്ടിയത്. പിലോപ്പിക്ക് നിങ്ങളെന്താ പറയാമെന്ന് അറിയില്ല. ഞങ്ങൾ ഈ ഭാഗത്തൊക്കെ പിലോപ്പി എന്നാണ് പറയുക ഈ മീൻ. നിങ്ങളെന്താ പറയാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ആ ഭാഗത്തൊക്കെ നിങ്ങളെന്താണോ പറയാമെന്ന് വെച്ചാൽ. അങ്ങനെ കുറേ പിലോപ്പി മീൻ കിട്ടി അവിടെ നിന്ന്. ഈ മീൻ പിടിക്കാൻ പോകുന്ന ത്രില്ലും സന്തോഷമൊക്കെ എപ്പോഴാണെന്ന് അറിയില്ലാണ്ട് ഇതൊക്കെ കിട്ടി വീട്ടിലെത്തുമ്പോഴാണ്. കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്യണ്ട. അത് ആലോചിക്കുമ്പോൾ ആ പോയ യാത്രേൻ്റെ ത്രില്ലേ അങ്ങോട്ട് പോയി കിട്ടും. പിന്നെന്താ, ഇത് ക്ലീൻ ചെയ്യാൻ ഹസ്ബൻഡും സഹായിക്കും കേട്ടോ. കുളത്തിലെ മീനോ ഇങ്ങനെ പാടത്തിങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന മീൻ ക്ലീൻ ചെയ്യാൻ ഹസ്ബൻഡ് സഹായിക്കും. അതാണ് പകുതി സമാധാനം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പറയും, ഇനി മീൻ പിടിക്കാൻ പോകരുത് കേട്ടോ, ഇതോടുകൂടി മതിയേ, ഇനി മീൻ പിടിക്കാൻ ഞാനില്ല, ഇനി മീൻ പിടിക്കാൻ പോകരുത് എന്നൊക്കെ പറയും. പക്ഷേ മീൻ ഒക്കെ പിടിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് അത് ഫ്രൈ ചെയ്ത് തിന്നുമ്പോൾ പിന്നെ ആ കഷ്ടപ്പാടൊക്കെ മറക്കും. അത്രയും ടേസ്റ്റാണല്ലോ ഈ മീൻ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ മീൻപിടുത്തത്തിൻ്റെ കഥ. എല്ലാ ആഴ്ചയും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ തവണയും പറയും അടുത്ത പ്രാവശ്യം പോകണ്ട കേട്ടോ എന്ന് പറയും. പിന്നെയും പോകും അടുത്ത ആഴ്ച വീണ്ടും. എല്ലാവരും ചോദിക്കുന്നത് പോലെ വല്ല പാർക്കിലും ബീച്ചിലും പോയിരുന്നാൽ നമ്മൾ സ്വന്തം കൈകൊണ്ട് പിടിച്ച് തിന്നുന്ന മീനിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ മീൻപിടുത്തത്തിൻ്റെ കഥകൾ. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ മീൻപിടുത്തം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വേറെ ദിവസം വരാം കേട്ടോ. ഓക്കെ, ബായ്.